ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാരി കണ്ടപ്പോൾ തന്നെ അറിയാം, ഒരു വെറൈറ്റി സാരി തന്നെയാണ് കേട്ടോ. നമ്മൾ സാധാ കാണുന്നൊരു മോഡലല്ല. ഇതെല്ലാം പ്രിൻ്റ് ഇങ്ങനെയാണ്, ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. പല്ലുവിൽ വന്നിരിക്കുന്ന ഡിസൈൻ ഇങ്ങനെയാണ് വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ബോർഡർ, ഒരു ചിക്കു ഷെയ്ഡിൽ, ഈ ഓഫ് വൈറ്റ് ഷെയ്ഡ് എന്ന് തന്നെ പറയാം. ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ്. നമുക്കിത് വൺ ലെയർ ആയിട്ട് ഇടുമ്പോൾ ഇവിടെയുള്ള ഡിസൈനുകളൊക്കെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് അത് ഞാനിനി അടുത്ത സാരിയിൽ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. നമ്മൾ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ളൊരു സാരി. അതുപോലെ ഇത് കണ്ടോ, പ്ലീറ്റ്സിൻ്റെ ഭാഗമൊക്കെ കിടക്കുന്ന കാണുമ്പോൾ പറയാം, സൈഡിൽ ഇങ്ങനെ ഡിസൈൻ വന്നിരിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോന്നായിട്ട് കാണാം. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയായത്. വേണ്ടോ, ഇങ്ങനെയാണ്. ഇത് ഞാൻ വൺ ലെയർ ആയിട്ടാട്ടോ ഇട്ടേ. കാരണം ഇതിൻ്റെ ഡിസൈൻ എല്ലാം ശരിക്കും മനസ്സിലായാൽ മാത്രമല്ലേ നമുക്കിത് പർച്ചേസ് ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് തന്നെ. പല്ലു 1685 റേറ്റിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൽ ചെറിയൊരു സീക്വൻസ് വർക്കുണ്ട് കേട്ടോ, ചെറുതായിട്ട്. ഇപ്പോൾ ഒരു വളരെ ചെറുതായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഈ ഡിസൈനിൽ മാത്രം. ബാക്കി ഫ്ലോറൽ പ്രിൻ്റ് തന്നെയാണ് വരിക. ഈ സൈഡിൽ ഈ ഡിസൈൻ വന്നിരിക്കുന്നു. നമ്മൾ വൺ ലെയർ ആയിട്ട് ഇടുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ വരും. പിന്നെ നമ്മുടെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ആ ഡിസൈൻ ഒന്നുകൂടെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിൻ്റെ ബ്ലൗസ് പീസാണ്. ബ്ലൗസ് പീസിൽ സ്ലീവും അതുപോലെ ബാക്ക് പോർഷനിലും ഈ ഡിസൈൻ ഇങ്ങനെയാണ് വരിക. നമ്മളിത് ഒത്തിരി കാണാത്തൊരൈറ്റമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് തന്നെ ഇതിനെ വിടർത്തി കാണിച്ചത്. ഇത് മെറ്റീരിയൽ വളരെ സോഫ്റ്റ്, ട്രാൻസ്പെറൻറ്റും അല്ല. നമുക്ക് വെയർ ചെയ്യാനും എളുപ്പം. ഒരു പാർട്ടി വെയർ ആയിട്ട് ഉടുത്താൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ റേറ്റിൽ ഉടുത്തുകൊണ്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് കളർ കാണാം. നെക്സ്റ്റ് ഡിസൈനായത് ഈ സൈഡിൽ നമ്മുടെ ഈ പ്ലീറ്റ് എടുക്കുന്ന ഈ ഭാഗത്ത് ഈ ഡിസൈൻ ഇങ്ങനെ വരുന്നു. നല്ലൊരു ഭംഗിയായിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റായിട്ട്. പല്ലു ഇങ്ങനെയാണ് വരിക. ഡാസിൽസ് ആയാലും നല്ല പെർഫെക്ഷനായിട്ടാട്ടോ ചെയ്തിരിക്കുന്നത്. നല്ല പെർഫെക്ഷനോടെ വന്നിരിക്കുന്ന ഡാസിൽസോ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ പല്ലു വരുന്നു. ഇതാണ് ഇതിൽ വരുന്ന ഈ ഡിസൈൻ. പിന്നെ ഇനി നമ്മൾ ഈ സാരി ഉടുത്ത് വരുമ്പോൾ പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് ഒരു ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഞാനെപ്പോഴും ഇതിൻ്റെ ബ്ലൗസ് പീസാണ് ഇതിനെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരിക. ഇനിയിപ്പോൾ ഈ ബ്ലൗസ് ഇഷ്ടമല്ലാത്തവർക്ക് വേറെ യൂസ് ചെയ്യാം. പക്ഷേ ഒരുവിധം എല്ലാവരും അതൊരു സ്റ്റൈലിഷായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. റേറ്റ് വരുന്നത് 1685. ഇത് നെക്സ്റ്റ് സാരി. ഞാൻ ഈ കാണിക്കുന്ന സാരികളെല്ലാം ഈ ഷെയ്ഡും ഈ കളറും അതുപോലെ ഈ ബോർഡറും സെയിം. പിന്നെ ഇതിൻ്റെ ഡിഫറൻസ് വരുന്നതിൻ്റെ ഈ പ്രിൻ്റുകൾക്കാട്ടോ. ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഈ സൈഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ പല്ലു ഇങ്ങനെ വരുന്നു. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പ്ലേറ്റ്സിലേക്ക് കാണുന്ന ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെയൊരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വരുന്നത് ബ്ലൗസ് പീസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസും വരുന്നത്. അപ്പോൾ ഇത് ഓഫ് വൈറ്റിൽ ബോർഡറും എല്ലാം സെയിം. ഇതേൽ വന്നിരിക്കുന്ന ഈ ഫ്ലോറൽ പ്രിൻറ്റിന് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. റേറ്റ് എല്ലാം സെയിം, 1685. നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ബോഡി പാർട്ടിൻ്റെ ഈ ഭാഗത്ത് ഈ ഡിസൈൻ വരുന്നു. പല്ലു ഇങ്ങനെയാണ് ഈ ഡിസൈൻ വരിക. അതായത് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വൺ ലെയർ ആയിട്ടാണ് ഞാൻ ഈ സാരി ഇട്ടിരിക്കുന്നത്. ട്രാൻസ്പെറൻ്റ് അല്ല, അതുപോലെ ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്, വെയ്റ്റ്ലെസ് ആണ്. പിന്നെ ഒരു സിൽക്ക് ടച്ച് ഇതിന് വരുന്നുമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സാരിയെ കൂടുതൽ ഭംഗിയാക്കുന്നതും ആ മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത കൂടി ആണ്. അങ്ങനെ ചുളുങ്ങുന്ന മെറ്റീരിയൽ നമുക്ക് വെയർ ചെയ്യാനും എളുപ്പമുള്ളൊരു മെറ്റീരിയൽ. ഇപ്പോൾ ട്രാൻസ്പെറൻ്റ് അല്ല എന്നുള്ളതെല്ലാം ഞാൻ ഈ കാണിക്കുമ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് ഇത്രയും വ്യക്തമായിട്ട് തന്നെ ഞാൻ കാണിച്ചതും. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇതുണ്ടോ, പ്ലീറ്റ്സിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ ഒരു ഡിസൈനും കൂടെ വരുന്നു. നമ്മൾ വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട്, ഇപ്പോൾ ഞാൻ വേറെ ഇത് കാണിച്ചു തന്നല്ലോ,
ഭംഗിയായിട്ട് തന്നെ വരും. അതുപോലെ ഇതിൻ്റെ ബ്ലൗസ് പീസാണ് ഇതിനെ ഏറെ ഹൈലൈറ്റ് ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ട് ഈ സാരി വെയർ ചെയ്തിട്ട് ഈ ബ്ലൗസും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടുമ്പോൾ സൂപ്പറായിരിക്കും. റേറ്റ് വരുന്നത് 1685. ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ്. കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ ഇതിൽ വന്നിരിക്കുന്ന ഡിസൈനുകൾ. പല്ലു നമ്മളങ്ങനെ സാധാ കാണുന്ന ഒരു പ്രിൻറ്റുകളോ ഒന്നുമല്ല. ഈ മെറ്റീരിയലിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെയുള്ള ഡിസൈനുകൾ വരുന്നതും. അതുപോലെ ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നു. നമുക്ക് 1 ലെയറായിട്ടും അതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റഡ് ആയിട്ടും എല്ലാം നമുക്ക് ഈ സാരിയെ വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത്. എല്ലാ സാരിയും പോലെ തന്നെ ഡിസൈനുകൾ മാത്രം മാറ്റുള്ളൂ, ആ ഫ്ലോറൽ പ്രിൻറ്റിൽ മാത്രം. സാരി എല്ലാം സെയിം, റേറ്റും സെയിം. വിത്ത് ബ്ലൗസ് പീസ്. ഈ ബ്ലൗസ് പീസിനൊക്കെയുള്ള പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ബാക്കിൽ വരുന്നു, സ്ലീവിൽ വരുന്നു. അപ്പോൾ നമുക്കത് ഭംഗിയായിട്ട് തന്നെ അതാത് ഡിസൈൻ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഈ സാരികളുടെ എല്ലാ പ്രത്യേകതയും അതാണ്. ഇതിപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. അത് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. സ്ലീവിൽ വരേണ്ട ഭാഗവും ബാക്കിൽ വരേണ്ട ഭാഗവും ഫ്രണ്ടിൽ വരേണ്ടതും എല്ലാം അത് ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സാരികൾക്കെല്ലാം ഉണ്ടത്. റേറ്റ് വരുന്നത് 1685. അപ്പോൾ ഇതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.